നമസ്കാരം. ശ്രീമദ് ഭാഗവതം മൂലം പ്രഭാഷണം ഭാഗം 428 428. ഓം ഗം ഗണപതയേ നമഃ. ഓം സം സരസ്വതേ സ്വാഹ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഓം ശ്രീ രംഗനാഥ ശർമ്മണേ നമഃ. നാരായണ 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 നാരായണ. ഓം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമഃ. ഓം ശ്രീകൃഷ്ണായ പരമാത്മനേ നമഃ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഓം ശ്രീ രുക്മിണീ സത്യഭാമാ സമേത ശ്രീ ഗോപാലകൃഷ്ണസ്വാമിനേ നമഃ. ശ്രീമദ് ഭാഗവതം ചതുർത്ഥസ്കന്ധം 28-ാം അധ്യായത്തിൽ 14-ാമത്തെ ശ്ലോകമാണ് ഇന്ന് നമുക്ക് പറയേണ്ടത്. ശ്ലോകം ഇങ്ങനെയാണ്: ന ശേകേസ സവിതും ന ശേകേസോ അവിതും തത്ര പുരുഷ്കൃസ്രോരുവേ വധൂ ഗന്ധും മൈശ്ചത്തതോ വൃക്ഷകോടരാധിവസാനലാസ അനലാത് എന്നാണ് ശ്ലോകം. അതിന് അവിടെ മഹത്തായ കഷ്ടത്തോടും സർവാംഗ സമ്പത്തോടും വസിക്കുന്ന അവൻ രക്ഷിപ്പാനായി കൊണ്ട് ശക്തനായില്ല. അഗ്നിയോടുകൂടിയ മരത്തിൻ്റെ പൊത്തിൽ നിന്നെന്ന പോലെ അതിൽ നിന്ന് പോവാൻ ഇച്ഛിച്ചു, അഗ്നിയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട്. അതിൻ്റെ ഭാവാർത്ഥം: ആ പുരിയിൽ അതികഷ്ടം അനുഭവിച്ചും സർവാംഗം വിറച്ചും കൊണ്ട് വസിക്കുന്ന ആ കാവൽക്കാരനായ സർപ്പത്തിന് ആ പുരിയെ രക്ഷിപ്പാൻ സാധിക്കുകയില്ലെന്ന് കണ്ടപ്പോൾ തീ പിടിച്ചിരിക്കുന്ന മരത്തിൻ്റെ പൊത്തിൽ വസിക്കുന്ന സർപ്പം അതിനെ വിട്ടുപോവാൻ ആഗ്രഹിക്കുന്നത് പോലെ ഈ പുരിയെ വിട്ടുപോവാൻ ആഗ്രഹിച്ചു. ആരാ? ഈ പ്രാണൻ. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ജരാരോഗബാധ. അപ്പോൾ പിന്നെ എൻ്റെ ഭാവാർത്ഥം പറയണേ: ജരാരോഗബാധകളാൽ അതിപീഡിതനായ പ്രാണൻ ശരീരം വിട്ട് പോവാൻ ഭാവിച്ചു തുടങ്ങിയെന്നാണ് അർത്ഥം. ഒരൊറ്റ വാചകത്തിൽ കഴിച്ചു അത്. ഇനി 15-ാമത്തെ ശ്ലോകം എന്താ പറഞ്ഞത്? ശിഥിലാവയവോയർഹി ഗന്ധർവൈ ഹൃതപൗരുഷ യവനൈരരിഭീരാജൻ ഉപരുദ്ധോരുരോധഃ. ഇതാണ് ശ്ലോകം. ആ സമയത്തിൽ ശിഥിലങ്ങളായ അവയവങ്ങളോടുകൂടിയവനും ഗന്ധർവന്മാരാൽ ഹരിക്കപ്പെട്ട പൗരുഷത്തോടുകൂടിയവനും ശത്രുക്കളായ യവനന്മാരാൽ നിരോധിക്കപ്പെട്ടവനുമായിട്ട് ഹേ രാജാവേ കരഞ്ഞു. കഷ്ടം അല്ലേ? അങ്ങനെയാണല്ലോ. എന്തിനാ കരയണ? വല്ല കാര്യമുണ്ടോ? അതൊന്നും ആരും ശ്രദ്ധിക്കില്ല. അതിൻ്റെ ഭാവാർത്ഥം നോക്കിക്കോളൂ. ശതവർഷമായിട്ട് ഗന്ധർവന്മാരോട് പോരാടിക്കൊണ്ടിരിക്കുന്നവനാകയാൽ അവൻ്റെ ശക്തിയെ മുഴുവനും അപഹരിച്ചു കഴിഞ്ഞിരിക്കുന്ന ഈ അവസരത്തിൽ ശത്രുക്കളായ യവനന്മാരും വന്ന് തടുത്തപ്പോൾ അവരെ അതിക്രമിച്ച് പുരി വിട്ട് പുറത്തു പോകുവാൻ അവൻ സമർത്ഥനല്ലാതിരുന്നതിനാൽ ഹേ രാജൻ, ആ പാലകൻ കരഞ്ഞു തുടങ്ങി. കഷ്ടം. ആ ഒരു എന്താണെന്നാ പറയുക, ഒന്നും ചെയ്യാൻ കഴിവില്ലാത്തൊരവസ്ഥ. അതിൻ്റെ ഭാവാർത്ഥം നോക്കുക. ജന്മം മുതൽ ജരബാധിച്ച കാലം വരെയുള്ള ദിവസാദി കാലാവയവങ്ങൾ കഴിഞ്ഞു പോയിരിക്കയാൽ അവയവങ്ങളെല്ലാം ജീർണിച്ചിരിക്കുന്നു. മരണസമയം അടുത്തപ്പോൾ രോഗാദികളും ബാധിച്ചു. പ്രാണന് വസിപ്പാനുള്ള ആധാരചക്രങ്ങൾക്ക് ശൈഥില്യം നേരിട്ടു. അതായത് ഈ 6 ഷഡാധാരങ്ങളുണ്ടല്ലോ, അതിനാൽ ഇഷ്ടം പോലെ പുറത്തു പോവാൻ കൂടെ അശക്തനായ പ്രാണൻ കണ്ഠനാളത്തിൽ ഗുരഗുരാ ശബ്ദരൂപേണ തടസ്സപ്പെട്ട് നിൽക്കുന്ന ഘട്ടത്തിൽ എത്തിയെന്ന് സാരം. ഇനി 16-ഉം 17-ഉം ഒപ്പം പോവും അർത്ഥം പറയേണ്ട സൗകര്യത്തിന്. ദുഹിതൃ
പുത്രപൗത്രാംശ്ച ജാമി ജാമാതൃപാർഷദാൻ സത്വാവശിഷ്ടം യത്കിഞ്ചിൽ ഗൃഹകോശപരിച്ഛദം അഹം മമേതി സ്വീകൃത്യ ഗൃഹേഷു കുമതിർഗൃഹീ ദദ്ധ്യൂ പ്രമദയാദീനോ വിപ്രയോഗ ഉപസ്ഥിതേ. വാക്കാർത്ഥം: പുത്രിമാരെയും പുത്രന്മാരെയും പൗത്രന്മാരെയും ജാമികൾ, മക്കളുടെ ഭാര്യമാർ, മക്കളുടെ ഭാര്യമാരേനെ നമ്മൾ പിന്നെ എന്താണെന്ന് പറയുക, മരുമക്കളെന്ന് പറയും. അങ്ങനെയല്ല, അതിന് ജാമികൾ എന്നാണ് സംസ്കൃതത്തിൽ പറയുക. ജാമാതാക്കൾ, പെൺകുട്ടികളുടെ ഭർത്താക്കന്മാരെ ജാമാതാക്കൾ എന്നും പറയും. ഭൃത്യന്മാർ ഇവരെയും തൻ്റെ സ്വത്തിൻ്റെ ശേഷിച്ച ഭാഗമായ ഗൃഹം, വീട്ടുസാമാനങ്ങളെ, ഭണ്ഡാരം എന്ന് പറഞ്ഞാൽ, എന്നിങ്ങനെയുള്ളതിനെ ഞാൻ എന്നും എൻ്റേതെന്നും സ്വീകരിച്ചിട്ട് ഗൃഹങ്ങളിൽ ബുദ്ധിഹീനനായി വസിക്കുന്ന വീട്ടുടമസ്ഥൻ വേർപാട് അടുത്ത് വന്നപ്പോൾ ദുഃഖിതനായിട്ട് എന്ത് ചെയ്തു എന്നാണ് പറഞ്ഞത്? ദുഃഖിതനായിട്ട് ഭാര്യമാരോടുകൂടെ ധ്യാനിച്ചു. ഇനി അതിൻ്റെ ഭാവാർത്ഥം: ഇതുവരെ വേണ്ടുന്ന കാര്യങ്ങളിൽ മനസ്സിരുത്താതെ ഇരുന്ന പുരഞ്ജനൻ ഇതുവരെ കാര്യങ്ങളിൽ മനസ്സിരുത്തിയില്ല. പുത്രികൾ, പുത്രന്മാർ, പൗത്രന്മാർ, പുത്രന്മാരുടെ ഭാര്യമാർ, പുത്രികളുടെ ഭർത്താക്കന്മാർ, ഭൃത്യന്മാർ, ഭവനം, ഭണ്ഡാരം, ഗൃഹോപകരണങ്ങൾ എന്നിങ്ങനെ അവശേഷിച്ച വസ്തുക്കളിൽ ഞാനെന്നും എൻ്റേതെന്നും അഭിമാനിച്ചിരുന്നു. ഇപ്പോൾ അവരെ എല്ലാം തീർത്ത് വിട്ടുപിരിയേണ്ടതായ ഘട്ടത്തിലെത്തിയപ്പോൾ ഭാര്യയെയും പിരിയണമല്ലോ എന്നുള്ള ചിന്തയാൽ അത്യന്തം ദുഃഖിച്ചുകൊണ്ട് വിചാരിപ്പാൻ തുടങ്ങി എന്ന് പറഞ്ഞു. ഇതൊന്നും അറിയാതെ കണ്ടാണ് നമ്മൾ അഹങ്കരിക്കുന്നത് ആൾക്കാരെ. 18ാമത്തെ ശ്ലോകം: ലോകാന്തരം ഗതവതി മയ്യനാഥാ കുടുംബിനി വർത്തിഷ്യതേ കഥം ത്വേഷാ ബാലകാനനുശോചതി. ഞാൻ അന്യലോകത്തെ പ്രാപിച്ചിരിക്കുന്ന സമയത്തിൽ നാഥനില്ലാതെയായ എൻ്റെ ഭാര്യയായ ഇവൾ കുട്ടികളെക്കുറിച്ച് ദുഃഖിക്കുന്നവളായിട്ട് എങ്ങനെയിരിക്കും എന്ന് ഒരാകാംക്ഷ. അതുകൊണ്ടാണ് പിന്നെ മോക്ഷം കിട്ടാതെ ഇരിക്കാനുള്ള കാരണം. പിന്നെയും പുനരഭിജനനം, കോഴിയായിട്ടും ആടായിട്ടും മാടായിട്ടും ഇവിടെ തന്നെ വരണം. ഞാൻ ഈ ലോകത്തിൽ നിന്ന് മറ്റൊരു ലോകത്തേക്ക് പോയിരിക്കുന്ന സമയത്തിൽ കുട്ടികളെക്കുറിച്ച് ഖേദിക്കുന്ന എൻ്റെ ഈ ഭാര്യ ഏതു വിധം കഴിഞ്ഞുകൂടും? ഉത്തരം താങ്ങുന്ന പല്ലീനെ പോലെ പരിതപിക്കുന്ന പറഞ്ഞത്. 19ാമത്തെ ശ്ലോകം: ന മയ്യനാശിതേ ഭുക്തേ ന അസ്നാദേ സ്നാദിമത്പരാ മയിരുഷ്ടേ സുസന്ത്രസ്ത ഭർസിതേ യഥവാഗ്ഭയാത്. ഞാൻ ഭുജിപ്പിക്കപ്പെടാതിരിക്കുമ്പോൾ, അതായത് ഞാൻ നിർബന്ധിച്ചിട്ടാണ് അവൾ ആഹാരം കഴിക്കുക, ഞാൻ ചിലപ്പോൾ ഊട്ടാറുണ്ടെന്നൊക്കെയാണ് പറഞ്ഞത്. ഭുജിക്കുന്നില്ല. ഞാൻ സ്നാനം ചെയ്യാതിരിക്കുമ്പോൾ എന്നിൽ സ്നേഹത്തോടു കൂടിയവളായിട്ട് സ്നാനം ചെയ്യുന്നില്ല. ഞാൻ ക്രോധിക്കുമ്പോൾ ഏറ്റവും ഭയപ്പെട്ടവളായും ഞാൻ ശകാരിക്കുമ്പോൾ ഭയത്താൽ വാക്കിനെ അടക്കിയവളായിട്ടും ഇരിക്കുന്നത് ഞാൻ അനുഭവിച്ചിട്ടുണ്ടെന്നൊക്കെയാണ് പറഞ്ഞത്. എൻ്റെ ഭാര്യ എന്നിൽ പ്രേമത്തോടു കൂടിയവളായിട്ട് എനിക്ക് ഭക്ഷണാദികൾ നൽകിയ ശേഷമല്ലാതെ സ്വയമേവ ഭക്ഷിക്കുകയില്ല. ഞാൻ സ്നാനം കഴിച്ചല്ലാതെ സ്നാനം കഴിക്കുകയില്ല. ഞാൻ ദേഷ്യപ്പെടുന്ന സമയം ഏറ്റവും ഭയപ്പെട്ടിരിക്കും. ഞാൻ ശകാരിച്ചാൽ ഒന്നും സമാധാനം പറയാറില്ല, മിണ്ടാതിരിക്കും എന്നാണ് പറഞ്ഞത്. 20 പ്രബോധയതി മാവിജ്ഞം വിശ്യുതേ ശോകകർഷിത വർമ്മൈതൽ ഗൃഹമേധീയം വീരസുരഭി നയിഷ്യതി. അതായത് അറിവില്ലാതെ ഇരിക്കുന്ന എന്നെ അറിയിപ്പിക്കും.
ദേശാന്തരങ്ങളിലേക്ക് ഞാൻ പോയാൽ ദുഃഖത്താൽ കൃശഗാത്രിയായി വരും. വീരനെ പ്രസവിച്ചവളാണെങ്കിലും ഗൃഹസ്ഥന്മാരുടെ ഈ മാർഗത്തെ ഇഷ്ടപ്പെടുക ഇല്ലയോ എന്ന് ചോദിച്ച് നിർത്തി അവിടെ. ഏതെങ്കിലും ചില സംഗതികളെ അനുഷ്ഠിക്കുന്നതിൽ എനിക്ക് ഓർമ്മ തെറ്റ് വന്നിരിക്കുന്ന സമയം എന്നെ അറിയിക്കും. കാര്യവശാൽ ഞാൻ അന്യദേശ സഞ്ചാരം ചെയ്താൽ അവൾ കൃഷിയായി ഭവിക്കും. വീര്യപുത്രനുണ്ടെങ്കിലും എൻ്റെ അഭാവത്തിൽ ഈ ഗൃഹധർമ്മത്തെ അനുഷ്ഠിക്കുമോ, എന്നോടുകൂടെ തന്നെ മരിക്കുമോ എന്നുള്ള ഒരു ആവലാതിയാണ് ഇദ്ദേഹത്തിനുണ്ടായത്. 21ാമത്തെ ശ്ലോകം എങ്ങനെയാണ്? കഥം നു ധാരകാദീനാ ധാരകീർവാ പരായണ വർത്തിഷ്യന്തേ മയി ഗതേ ഭിന്നനാ വൈവോദധു. ഞാൻ പോയിരിക്കുമ്പോൾ പുത്രന്മാരും പുത്രിമാരും ദുഃഖിതന്മാരും അന്യനെ ആശ്രയിച്ചവരുമായിട്ട് സമുദ്രത്തിൽ പൊളിഞ്ഞ കപ്പലിലുള്ളവരെന്ന പോലെ എങ്ങനെ കഴിയും? ഗൃഹനാഥൻ പോയാൽ പിന്നെ പൊളിഞ്ഞ കപ്പലായി എന്നാണ് പറഞ്ഞത്. ഞാനില്ലാതെയാകുമ്പോൾ ദുഃഖിതന്മാരായ എൻ്റെ പുത്രന്മാരും പുത്രികളും അന്യരെ ആശ്രയിച്ചവരായിട്ട് കപ്പൽ പൊളിഞ്ഞു പോയ ശേഷം സമുദ്രത്തെ ആശ്രയിച്ചവരെന്ന പോലെ എങ്ങനെ ജീവസന്ധാരണം ചെയ്യും എന്നുള്ള ഒരു പരവശം ഉണ്ടാവും എന്നാണ് പറഞ്ഞത്. 22ാമത്തെ ശ്ലോകം. ഏവം കൃപണയാം ബുദ്ധ്യാ ശോചന്താം മദദർഹണം ഗൃഹീതം കൃതധീരേണം ഭയനാമഭ്യപത്യത. അതായത് ഇപ്രകാരം മോഹിച്ചിരിക്കുന്ന ബുദ്ധി നിമിത്തം ദുഃഖിക്കുന്നവനും അതിനർഹനല്ലാത്തവനുമായ ഇവനെ ഗ്രഹിപ്പാനായിക്കൊണ്ട് വയ്ക്കപ്പെട്ട മനസ്സോടുകൂടിയ ഭയം എന്നു പേരുള്ളവനും വന്നു ചേർന്നു. ഗൃഹാദികളിലുള്ള മോഹം നിമിത്തം ഇപ്രകാരം ഖേദിക്കുന്നവനും വാസ്തവത്തിൽ ഈ വിധം ക്ലേശിപ്പാൻ തക്ക സ്ഥിതിയില്ലാത്ത വന്യവനുമായിരിക്കുന്ന പുരഞ്ജനനെ പിടിപ്പാനായിക്കൊണ്ട് ഒരുക്കത്തോടുകൂടെ ഭയമെന്നു പേരോടുകൂടിയ യവനേശ്വരനും സമീപത്ത് വന്നു ചേർന്നു എന്ന് പറയുന്നു. അതിൻ്റെ ഭാവാർത്ഥം ശ്രദ്ധിക്കുക. ഭഗവാന്റെ അംശമായിരിക്കുന്ന ജീവൻ, ഇനി സംശയം വേണ്ട, ഭഗവാന്റെ അംശമായിരിക്കുന്ന ജീവൻ സച്ചിദാനന്ദ സ്വരൂപനായിരിക്കെ ഈ വിധം ക്ലേശിപ്പാൻ അർഹനല്ല. അജ്ഞാനം കൊണ്ടാണ് ക്ലേശിക്കുന്നത്. രജോഗുണ സംബന്ധം നിമിത്തം സ്വരൂപത്തെ മറയ്ക്കുകയും, അതാണ് അഹങ്കാരമുള്ളവർക്ക് ഈശ്വരനെ അറിയാൻ പറ്റില്ല, അനുഭവിക്കാൻ പറ്റില്ല. ദേഹേന്ദ്രിയങ്ങളെ ആത്മത്തേന അഭിമാനിക്കുകയും ചെയ്തതിനാൽ ദുഃഖത്തിനും മരണത്തിനും പാത്രമായിരിക്കുന്നുവെന്നതിനെ കാണിച്ചു. ഇതിനു മുമ്പ് വിവരിച്ച ദുഃഖരീതികളെല്ലാം ശരീരാഭിമാനത്തോടുകൂടെ ഗൃഹസ്ഥ ജീവിത രീതിയെ ആശ്രയിച്ചിരിക്കുന്ന അജ്ഞാനികളുടെ സാധാരണ സമ്പ്രദായത്തെ വർണ്ണിച്ച് കഥയ്ക്ക് ഭംഗി വരുത്തുവാൻ മാത്രമാണെന്ന് ധരിക്കണം. 23. പശുവദ്യവനൈരേഷ നിയമാനാസ്വകം ക്ഷയം അന്യദ്രവന്നനുഭത ശോചന്തോ വൃഷമാധുരാ. യവനന്മാരാൽ സ്വവാസസ്ഥാനത്തെ ഇവൻ പശുവിനെ പോലെ നയിക്കപ്പെടുന്നവനായി ഏറ്റവും ദുഃഖിതന്മാരായ അനുജീവികൾ ഖേദിക്കുന്നവരായിട്ട് കൂടെ പോയി എന്നാണ് പറഞ്ഞത്. അതിൻ്റെ ഭാവാർത്ഥം, ഇവനെ യവനന്മാർ പശുവിനെ എന്ന പോലെ കയറിട്ട് കെട്ടിവലിച്ച് അവരുടെ വാസസ്ഥാനത്തിലേക്ക് കൊണ്ടുപോകുമ്പോൾ അവൻ്റെ പുത്രധാരാദികൾ പിരിഞ്ഞിരിപ്പാൻ അശക്തന്മാരായും ദുഃഖിതന്മാരുമായിട്ട് അവനോടൊരുമിച്ചു തന്നെ പോയി എന്നായി. ഇനി അതിൻ്റെ ഭാവാർത്ഥം, സൂക്ഷ്മ ശരീരം ജീവനെ വിട്ടിരിക്കയില്ല. സൂക്ഷ്മ ശരീരം
വിച്ച് ഈസ് നോട്ട് സീൻ, അങ്ങനെ പറയണം. അപ്പോൾ യമദൂതന്മാർ സൂക്ഷ്മ ശരീരത്തോടുകൂടെ നരകലോകത്തിലേക്ക് ജീവനെ നയിപ്പിക്കുമെന്ന് സൂചിപ്പിച്ചതാകുന്നു. 24 പുരീം വിഹായോപഗത ഉപരുദ്ധോ ഭുജംഗമ യഥാ തം ഏവാനുപുരി വിശീർണ പ്രകൃതിം ഗതാം. നിരോധിക്കപ്പെട്ടിരിക്കുന്ന സർപ്പം പുരിയെ വിട്ടിട്ട് എപ്പോൾ ഉപഗമിച്ചുവോ അവനെ അനുസരിച്ചു തന്നെ രാജധാനി ജീർണിച്ചതായിട്ട് പ്രകൃതിയെ പ്രാപിച്ചു എന്ന് പറയണം. യവനന്മാരാൽ നിരോധിക്കപ്പെട്ടിരിക്കുന്ന പുരപാലകനായ സർപ്പം പുറത്തേക്ക് എപ്പോൾ പോയോ അജിരേണ ആ പുരിയെല്ലാം തകർന്ന് ഭൂമിയോട് ചേർന്നു. പ്രാണനിർഗമാനന്തരം സ്ഥൂല ശരീരം മഹാഭൂതങ്ങളിൽ ലയിച്ചു. പഞ്ചഭൂതങ്ങളാൽ നിർമ്മിക്കപ്പെട്ട ശരീരം ജീർണിക്കുകയോ ദഹിപ്പിക്കപ്പെടുകയോ ചെയ്യുന്ന സമയം ഭൂമ്യാദി ഭൂതാംശങ്ങൾ അതാത് മഹാഭൂതങ്ങളിൽ ചേരുന്നത് സ്വഭാവമാണെന്ന് വിവരിച്ചതാകുന്നു എന്ന് പറഞ്ഞു. 25 വിഗൃഹ്യമാണ പ്രസഭം യവനേന ബലീയസ ന അവിന്ദതമസ ആവിഷ്ട സഹായം സുഹൃതം പുരാം. അതായത് ഏറ്റവും ബലവാനായ യവനനാൽ ബലാത്കാരേണ വലിക്കപ്പെട്ടവനും രോമത്താൽ ആവേശിക്കപ്പെട്ടവനുമായിട്ട് മുമ്പ് സഹായിയായിരിക്കുന്ന സ്നേഹിതനെ അറിഞ്ഞില്ല എന്നാകുന്നത്. സ്നേഹിതനെ അറിയാത്ത അവസ്ഥ വരും. അത് 2 ഭാഗമായിട്ടാണ് അതിൻ്റെ ഭാവാർത്ഥം പറഞ്ഞത്. അജ്ഞാനത്തിൽ അകപ്പെട്ടിരിക്കുന്ന ജീവന് മരണസമയത്ത് ഭഗവാനെ സ്മരിപ്പാൻ സാധിക്കുകയില്ല. അജ്ഞാനത്തിൽ അകപ്പെട്ടിരിക്കുന്ന ജീവന് മരണസമയത്ത് ഭഗവാനെ സ്മരിക്കാൻ പറ്റില്ല. ഭാഗ്യവശാൽ അപ്പോൾ സ്മരിച്ചിരുന്നാൽ അതോടുകൂടെ സംസാരക്ലേശം നിശേഷം നശിപ്പിച്ച് ജീവന് സായുജ്യത്തെ ഭഗവാൻ നൽകുമായിരുന്നു. തന്നെ വിട്ടുപിരിയാതിരിക്കുന്ന ഈശ്വരനെ മറന്നതും മറക്കുന്നതും തന്നെ ജീവൻ്റെ ബന്ധകാരണം എന്ന് ബോധിപ്പിച്ചു. 26 തം യജ്ഞപശവോ അനേന സംജ്ഞപ്തായേ അദയാലുന ദയയില്ലാതെ കൊണ്ടുള്ള അവസ്ഥ. കുടാരേരച്ചിച്ചിതു ക്രുദ്ധാ സ്മരന്തോ അമീവമസ്യ തത്. അദയാലുന അനേന ദയാഹീനനായ ഇവനാൽ ഹിംസിക്കപ്പെട്ട യാഗപശുക്കൾ ഇവൻ്റെ ആ പാപകർമ്മത്തെ ഓർക്കുന്നവനായിട്ട് ക്രോധമുള്ളവനായിട്ട് കുന്തം പോലെ മൂർച്ചയുള്ള കൊമ്പുകൾ കൊണ്ട് അവനെ കുത്തിത്തുളച്ചു. അങ്ങനൊരു പരിപാടിയുണ്ട്. അതിൻ്റെ ഭാവാർത്ഥം കാരുണ്യമില്ലാതെ അവിഹിത കാമ്യകർമ്മങ്ങളാൽ വിധിക്കപ്പെടാത്തതെന്നർത്ഥം. അവനാൽ ഹനിക്കപ്പെട്ട യാഗപശുക്കൾ അവൻ ചെയ്ത ഘോരകർമ്മങ്ങളെ, ഇതേതാ പേജ് നമ്പർ ഞാൻ പറയാം, 597 അഹിംസ. അപ്പോൾ യാഗപശുക്കൾ അവൻ ചെയ്ത ഘോര കർമ്മങ്ങളെ ഓർത്ത് കോപിച്ചവരായിട്ട് മാർഗത്തിൽ അവനെ അവയുടെ മൂർച്ചയുള്ള നഖദന്ത വിഷാണായുധങ്ങൾ, നഖവും ദന്തങ്ങളും കൊമ്പും ഒക്കെ ആയിട്ട് വിഷാണ ആയുധങ്ങൾ, വിഷലിപ്തമായ എന്ന് പറയാം, മാന്തിയും കടിച്ചും കുത്തിയും മുറിവേൽപ്പിച്ചു എന്നാണ് സൂക്ഷ്മ ശരീരമായിട്ട് പോകുമ്പോൾ. ഇനി 27ഉം 28ഉം ഒപ്പം പോകും.
അനന്തപാരേ തമസി മഗ്നോ നഷ്ടസ്മൃതി സമാ ശാശ്വതീരനുഭൂയാർത്തിം പ്രമദാസംഗദൂഷിതാം താം ഏവ മനസാം ഗൃണ്ണൻ ബഭൂവ പ്രമദോത്തമ അനന്തരം വിദർഭസ്യ രാജസിംഹസ്യ വേശ്മനി. എന്താ അനർത്ഥം വരിക? കരയില്ലാത്തതായ അന്ധകാരത്തിൽ അകപ്പെട്ടവനും നശിച്ചിരിക്കുന്ന സ്മൃതിയോടുകൂടിയവനും സ്ത്രീ സംഗമത്താൽ ദുഷിച്ചവനുമായ അവൻ ബഹുവത്സരകാലം ദുഃഖം അനുഭവിച്ചിട്ട് മനസ്സുകൊണ്ട് താം ഏവഗൃണ്ണൻ അവളെ തന്നെ ഗ്രഹിക്കുന്നവനായിട്ട് അതിൻ്റെ ശേഷം രാജസിംഹസ്യ രാജശ്രേഷ്ഠനായ വിദർഭൻ്റെ ഭവനത്തിൽ പ്രമദോത്തമ ഉത്തമ സ്ത്രീയായി ജനിച്ചു. അതായത് കുറേ ദുഃഖിക്കുമ്പോൾ പിന്നെ സുഖിക്കാണ്ടിരിക്കാൻ പറ്റില്ലല്ലോ. ഇനി അതിൻ്റെ ഭാവാർത്ഥം പറഞ്ഞിട്ട് നിർത്താം. അവസാനം കാണാത്ത വിധം അത്ര ദുരന്തമായ അന്ധകാരത്തിൽ പ്രവേശിച്ചതുകൊണ്ടും സ്ത്രീസംഗം നിമിത്തം മനസ്സ് ദുഷിച്ചതുകൊണ്ടും സ്നേഹിതനെ ഓർക്കാത്തവനായതിനാൽ ബഹുവത്സരം കാലം മഹാദുഃഖം അനുഭവിച്ചു. അപ്പോഴും പത്നി സ്മൃതി അല്ലാതെ അന്യവിചാരമുണ്ടായിരുന്നില്ല. അതിനാൽ പിന്നെ ആ പുരഞ്ജനൻ നിരന്തരം സ്ത്രീരൂപചിന്തയുടെ ഫലമായിട്ട് രാജശ്രേഷ്ഠനായ വിദർഭൻ്റെ രാജധാനിയിൽ ഒരു ഉത്തമ സ്ത്രീയായിട്ട് ജനിച്ചു എന്നാണ് പറഞ്ഞത്. അവിടെ നിർത്താം. നിർത്താൻ പറ്റേ, അവിടെ ഒരു പാരഗ്രാഫ് കൂടിയുണ്ട്, അത് കഴിഞ്ഞിട്ട് നിർത്താം. യമദൂതന്മാരാൽ നയിക്കപ്പെടുന്ന ജീവൻ കർമാനുസരണം സ്വർഗ നരക ലോകങ്ങളിൽ വസിപ്പതിൽ പിന്നെ പൂർവദേഹം ഉപേക്ഷിക്കുന്ന സമയത്തുണ്ടായിരുന്ന സ്മൃതിയെ അനുസരിച്ച് പുരുഷനോ സ്ത്രീയോ ആയിട്ട് ജനിക്കും. ഈശ്വര സ്മൃതിയോടുകൂടെ ശരീരത്തെ ഉപേക്ഷിച്ചിരുന്നാൽ ജന്മമരണക്ലേശങ്ങളിൽ നിന്ന് വിമുക്തനായിട്ട് ഈശ്വര ഭാവത്തെയും പ്രാപിക്കും എന്നാണ് പറഞ്ഞത്. അങ്ങനെയിരിക്കുന്ന ആ ശ്രീഹരിയുടെ അനുഗ്രഹാശസ്സുകൾ നിർലോഭം എല്ലാവരിലും എത്തട്ടെ എന്ന് സമാശ്വസിക്കുന്നതിനോടൊപ്പം ലോകാ സമസ്ത സുഖിനോ ഭവന്തു ആയിരിക്കട്ടെ നമ്മുടെ പ്രാർത്ഥന എന്ന് സ്മരിച്ചുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു. നമസ്കാരം. നാളെ കാണാം.